ഈ പോരണ്ടേട്ടാ. അപ്പൊ ഞാൻ കൊറേ കാലത്തിന് ശേഷം എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ഫോണൊക്കെ കൊടുത്ത് നിങ്ങളെ കാണാൻ നീ മതി കിടന്നത്. വാ രാവിലെ ആയിട്ടോനി അല്ലേ. അപ്പൊ രാവിലെ എണീറ്റതാ കണ്ടില്ല നിങ്ങളെ. ഇനി ഇതാ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇതിലേക്ക് ഇങ്ങനെയുള്ള പ്ലേറ്റ് ഒക്കെയാണ്. അപ്പൊ നല്ല സോഫ്റ്റ് ഉള്ള നല്ല പൊടുത്തതാണ്. അപ്പൊ ഇതായിരുന്നു അൻഷി. ഈ പോരണ്ടേട്ടാ. ഈ പോരുന്നുണ്ടോ? ഞങ്ങളിതാ പോയിട്ട് നിൽക്കാണ്. ഓ കാക്കൂന്റെ കുട്ടി ഇതാ വന്നല്ലോ. ഇതാണ് എന്റെ വലിയ ബ്രദർ. അതാ പോന്നു. ഇതാ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ ഒരുപാട് ദിവസത്തിന് വന്നല്ല, ഒരു ദിവസത്തിന് വന്നാണ്. ഇന്ന് ഈവനിങ് ഒരു 5:30 വന്നു. പിന്നെ നാളെ രാവിലെ തന്നെ പോരും. ഇന്ന് പോന്നിട്ട് ഉമ്മ ഒരുപാട് പോകണ്ടെന്ന് പറഞ്ഞ് കുറേ പിടിച്ച് നിർത്താൻ നോക്കി. പക്ഷേ കുറേ കാലമായി വന്നിട്ട് എൻ്റെ പപ്പനെ കാണുന്ന അസുവിനെ പറയുന്നുണ്ട് അങ്ങനെ വന്നതാണ്. അപ്പം അസു ഇതാ ഇവിടെ നല്ല അവൻ ആ നാരങ്ങ വെള്ളം മറ്റേ വെള്ളമായിട്ട് കലക്കി കൊടുക്കുന്ന പണിയാണ്. എന്താ അത്? ഇത് കേട് വന്നാ ഞാൻ ഫുഡ് തരാം, ചോറ് തരാം കേട്ടോ. ഇവിടെ വന്നാൽ നാരങ്ങ വെള്ളം തരണതാ. നാരങ്ങ വെള്ളോ ഇതിന് ഹസുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം കേട്ടോ. അപ്പോൾ ഇത് ആൾക്ക് നാരങ്ങ വെള്ളം വേണം. ഞാൻ തന്നെ പഞ്ചസാര ഇട്ട് കലക്കിയോളാം ആളിത് കലക്കുന്നത്. അപ്പോൾ ഉമ്മ എന്താ ഇവിടെ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ആദ്യം നോക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിച്ചണിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ട് ഉമ്മാൻ്റെ എന്നാണ് നോക്കാറ്. അപ്പോൾ അതാ വന്നപ്പോൾ നല്ല ക്രാബ് നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞണ്ട് ഫ്രൈ ചെയ്താലും കറി വെച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉമ്മ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ നല്ല സ്പെഷ്യൽ മീൻകറിയൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ വന്ന് പോവുകയാണെങ്കിൽ ആദ്യം കിച്ചണിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കലാണ്. ഹസുകുട്ടി ഇതാ ഇവിടെ നല്ല വെള്ളം കുടിക്കുന്ന തിരക്കിലാണ്. എനിക്കിന്നൊരു അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ ദിവസം നിൽക്കാൻ വന്നൊന്നല്ല, ഒരു ദിവസത്തിന് വന്നതാണ്. ഞാൻ വരികയെന്ന് പോരുന്ന ടൈം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അപ്പോൾ ഉമ്മ പോരണ്ടെന്നൊക്കെ പറഞ്ഞു കുറേ നിന്നിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവല്ലേ ഹസ്മോനുള്ളതല്ലേ എന്നാൽ ഇവിടെ ഇങ്ങോട്ടെ പിന്നെ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കുറേ നാളായി പോയിട്ട് എൻ്റെ പപ്പ എന്നെ വിളിക്കുന്നുണ്ട് ഹസുവിനെ കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോന്ന അത് ഇന്ന് 5:30 ഞാൻ അവിടെ നിന്ന് വരുന്നത്. പിന്നെ നാളെ രാവിലെ തന്നെ എത്തണം പറഞ്ഞിട്ടാണ്. അപ്പം നാളെ രാവിലെ എത്തണം എന്ന് പറഞ്ഞാൽ നാളെ ഇക്ക ഉണ്ടാവും. അപ്പോൾ ഇക്ക ഉണ്ടാവുമ്പോൾ പിന്നെ എന്തായാലും ഹസു ഞങ്ങളവിടെ വേണമെന്ന് പറയും. അപ്പോൾ ഹസുവിൻ്റെ ഇക്കാൻ്റെ ദിവസം എന്നാണ് ഓല് പറയാറ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ തന്നെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് കയറി മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്കിന്നൊരു വർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസൊക്കെ ഇവിടെ ആയിരുന്നു കഴിഞ്ഞ സേവ് ദ ഡേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ എന്തായാലും എനിക്കിന്ന് ഈ രാത്രി തന്നെ ചെയ്ത് കൊടുക്കണം. കാരണം ഇന്ന് ഒരു 5:30 കിട്ടിയൊരു വർക്കാണ്. അപ്പോൾ എന്തായാലും ഒഴിവാക്കിയിട്ടില്ല. സേവ് ദ ഡേറ്റ് ആണ് അവർക്ക്. അപ്പോൾ അസുട്ടിക്ക് ഇതാ കോഴിമുട്ടയും ചോറും വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോഴിമുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. 2 കോഴിമുട്ട ഉണ്ട്. ഞാൻ കുറച്ച് കോഴിമുട്ടൊക്കെ പൊരിച്ചിട്ടുണ്ട്. ചോറ് ഫുള്ള് കഴിക്കണേ. ഫുള്ള് വേണ്ട, കുറച്ച് 2 കോഴിമുട്ട വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 എണ്ണം പൊരിക്കുന്നുണ്ട്. ഫുള്ള് കഴിക്കേണ്ടി വരും ചോറ്. ഓക്കെ സെറ്റ് അല്ലേ? അമ്മയ്ക്ക് അടിയുണ്ടോ? വെളിച്ചെണ്ണ ഉപ്പുവാ കോഴിമുട്ടയാ? ഓക്കെ പൊണ്ണ് അറിയാ. കാക്കുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. എന്താ ഇപ്പൊ കാക്കു കൊണ്ടുവന്നേ? ഓടി പോണതാ കാക്കുവിന്റെ കുട്ടി. ഹസുവിന് അവിടെ ഒരു ഫോണൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് ഇതാ എൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ സംഭവം സെറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര റിസ്ക്കുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈറ്റിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ടേബിളിൽ വെച്ച് നോക്കുകയാണ്. സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സേവ് ദ ഡേറ്റിൻ്റെ വർക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സേവ് ദ ഡേറ്റ് ക്രാഫ്റ്റ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ്. അതിൻ്റെ ഇത് ഞാൻ സ്ക്രീനിലേക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാം വഴി ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഇതാ ഒരു നിക്കാഹ് വർക്കാണിത് ഞാൻ ചെയ്യുന്നത്. നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. പപ്പനെ കാണണം അങ്ങനെ. ഹസുവോ രാവിലെ നേരത്തെ വെളുത്തണ എണീറ്റ ചിരിച്ച് കിടക്കുക അല്ലേ? എണീറ്റ ഒരു
ചായരമ്മ നീ മതി കിടന്നത് വാ രാവിലെ ആയിട്ടോ നീ ഒരു ഇന്നെ പറ്റിക്കുന്നുണ്ട് നീ ഇന്നെ പറ്റിക്കുന്നുണ്ട് പോണ്ട നമുക്ക് പപ്പൻ്റെ അടുത്തേക്ക് പപ്പൻ്റെ അടുത്തേക്ക് 2 ദിവസം നിൽക്കേ നാളെ സ്കൂളില്ലേ എൻ്റെ പൊന്നിന് അപ്പൊ നാളെ നമുക്ക് ഇവിടുന്ന് പോയാൽ മതിയല്ലോ. ഇവിടെ രാവിലെ പത്തിരി അന്ന് സ്പെഷ്യൽ ഇവിടെ കുഴച്ചുണ്ടാക്കുന്നു. പത്തിരി തോട്ടോ അത് പറ്റും അല്ലേ? അപ്പൊ രാവിലെ എണീറ്റ് ദാസിന് പത്തിരി വന്നതിന് പിന്നെ ബിസ്ക്കറ്റും അതുപോലെ തന്നെ പഴവും കൊടുത്തിട്ടുണ്ട്. ലസുവാ ഈ ഇന്ന് മമ്മന്റെ അടുത്ത് തമ്മി പോട്ടെ നിക്കോ മമ്മന്റെ അടുത്ത് നിങ്ങൾ ഊട്ടി പോവാ ഇങ്ങനെയുണ്ടോ പോവാ? അപ്പം അതെൻ്റെ ഫേവറേറ്റ് സംഭവം കേട്ടോ, പഴം ചുട്ട് കഴിക്കുന്നത്. ഇവിടെ വീട്ടിലുമ്മ അധികം ചോറൊക്കെ വെക്കൽ ഇവിടെ അടുപ്പിലാണ് ചില ദിവസം കേട്ടോ, അല്ലെങ്കിൽ ഗ്യാസിലും വെക്കും. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാനിതാ 2 പഴം ഉണ്ടായിരുന്നു, അത് ഞാൻ ചുട്ടെടുക്കുകയാണ്. ചോറ് ഇവിടെ അതാ തിളക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ പണ്ടേ നമ്മളെല്ലാവരും കൊടുക്കുന്നത് തന്നെയാണ് പഴം ചുട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഏത് വലിപ്പമായാലും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ചുട്ടിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേറെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇനി വാട്ടിയാലും അതുപോലെ തന്നെ പുഴുങ്ങിയാലോ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല അല്ലേ? തേങ്ങ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമാണ്. നിങ്ങൾ കളിക്കുക തട്ടി കളിക്കുക. വാ ഇതാ ഐസു കുട്ടി ഹായ് എറണ പറയ് ഹായ് പറയ്. ഈ ഒരു കൂടെ കളിക്കില്ല? ഹായ് എല്ലാവരും കൂടെ ബോൾ ക്ഷീണിച്ചോ? ഐസ ക്ഷീണിച്ചോ? അപ്പോൾ അസുകുട്ടി ഇതാ പഴമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. എളാപ്പാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതാ നമ്മൾ ചായ കുടിക്കുകയാണ്. പത്തിരിയും അതുപോലെ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് വെള്ളേരി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അസുവിന് ഇതാ ഞാൻ വാരി കൊടുക്കുകയാണ്, എന്നാലേ ആൾ പെട്ടെന്ന് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഫോണും കണ്ടിട്ട് ഇരിക്കും. അപ്പോൾ എനിക്ക് വെയിലാകുന്നതിന് മുന്നേ അങ്ങോട്ട് പോകണം എന്നുള്ള ലെവലിൽ ഞാൻ തന്നെ വാരി കൊടുക്കുകയാണ്. അപ്പം ഞാനിതിലേക്ക് കൂട്ടുന്ന നൈറ്റത്തെ ക്രാബ് പൊരിച്ചതാണ്. അപ്പം ഞങ്ങളിത് രാവിലെ തന്നെ പോവാണ്, വെള്ളേരിക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പം നാളെ അസുവിന് സ്കൂളുണ്ട്. അത് മാത്രമല്ല സൺഡേ എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെയും അസുവിൻ്റെയും ദിവസം അല്ലേ അസുവിൻ്റെയും പപ്പൻ്റെ ദിവസമല്ലേ സൺഡേ? അപ്പോൾ അതാ ഇക്ക വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട് വരാനായില്ലെന്ന് വെച്ചിട്ട്. അപ്പം ഞങ്ങൾ എന്തായാലും പോവാണ് രാവിലെ തന്നെ അല്ലേ? ചായയുടെയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പണിയെടുക്കാൻ പോകുന്നതാണല്ലോ ഓന് സൺഡേ പപ്പന്റെയും മോന്റെയും ദിവസം പണിയെടുക്കാൻ പോകുന്നതാണ്. നിന്നോട് എന്തായാലും പറഞ്ഞിക്ക ഞാൻ പോണ്ടേ എന്റെ പപ്പനോട് പണിയെടുക്കണം. ഇവിടെ എന്ത് പണിയോ നിങ്ങൾ കൊടുക്കണേ? കുരുമുളക് വെള്ളി നടാനോ? നിങ്ങൾ തെറ്റിയോ രണ്ടാളോ? ചെറുതായിട്ട് തെറ്റിയോരി. നിങ്ങളെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ല അറിയേണ്ടതാ. വില കുറവല്ലേ ആൾക്കാരാ ആപ്പിളോ അല്ലെങ്കിൽ മുസമ്പിയോ അതെ ഇങ്ങോട്ടും പറ്റും. പെണ്ണുങ്ങൾക്കും തിരിച്ചൊക്കെ സംഭവിക്കും. അയ്യോ ഒരു സാധനം പെണ്ണുങ്ങൾ പെരേന്ന് കൊണ്ടുവന്നിട്ട് അത് പോലെ പോലും തരണം ഞാൻ. അപ്പോൾ തന്നെ ഞാനൊരു ടേസ്റ്റുള്ളൊരു പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കി തരാം. അപ്പോൾ ഉമ്മാക്ക് എന്തെങ്കിലും ഒരു മധുരത്തിന് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടാന്ന് തന്നെ. അപ്പോൾ ഒന്നും നോക്കിയില്ല, അതാ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത് നല്ല പഴുത്ത വേണമെന്നില്ല, ഒരു മീഡിയം ഇതുള്ളതായാലും മതി. പക്ഷേ നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് വേവിക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു പഴുപ്പായതൊക്കെ മതി കേട്ടോ. ഇനി നിങ്ങൾ പഴുത്ത് കിട്ടിയില്ലാരിച്ച് ഉണ്ടാക്കാതെ നിൽക്കണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ കൈതച്ചക്കൊക്കെ വളരെ റേറ്റ് കുറവാണ്, 2.5 കിലോ 100 അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ നല്ല നല്ല റെസിപ്പിയൊക്കെ ഉണ്ടാക്കി വെക്കട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ പൈനാപ്പിൾ ഇതാ ഞാൻ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാതെ ഒരിക്കലും നിങ്ങൾ ഒരു പുഡിംഗ് ഉണ്ടാക്കരുത്, കാരണം അതിൽ കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്, ചില ആൾക്കാർ പറയലുമുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് വേണം. അപ്പോൾ എങ്ങനെ വേവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, തീ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, ഇത് ഈ ഒരു പഞ്ചസാരൻ്റെ വെള്ളവും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഈ പഞ്ചസാരയും ഈ ഒരു പൈനാപ്പിളും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിങ്ങനെ വേവിക്കാം. അപ്പോൾ അതിൽ നിന്ന് ഇതാ പഞ്ചസാരത്തെ വെള്ളവും അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിളിൻ്റെ വെള്ളവും ഇറങ്ങും കേട്ടോ. പിന്നെ പൈനാപ്പിൾ കൂടുതൽ പഴുത്തെടുക്കണം എന്നില്ല എന്ന് പറയാനുള്ള കാരണം നമ്മളിതിലേക്ക് നല്ല പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ചില പുഡിങ് ഉണ്ടാക്കുന്നതിലും പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൈനാപ്പിളിലേക്ക് കേട്ടോ. അതൊന്ന് വേവിക്കും, ഇങ്ങനെ ടൈം നമുക്ക് നിൽക്കാം. അപ്പോൾ ഇതിൽ വെള്ളം കണ്ടില്ല ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒട്ടും വെള്ളം കൂട്ടാതെ തന്നെ അതിൽ കണ്ടില്ല അത്യാവശ്യം വെള്ളം ഇങ്ങനെ കീഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ആ ഒരു ടൈമോട് ഇതാ ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാല് എന്ന് പറഞ്ഞാൽ 2 പാക്ക് പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ അളവിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറക്കാം. ഞാൻ ഒരു കഴുതച്ചക്കയിലേക്ക് ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് തിളക്കട്ടെ. പിന്നെ അതാ ഈ ഒരു പാലിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിളത്തെ വെള്ളമൊക്കെ ഏകദേശം ഇതാ വറ്റി തുടങ്ങി വരുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ കുറച്ച് ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇളം ചുടുവെള്ളത്തിലൊന്ന് വെച്ചിട്ടൊന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാനിതാ പെട്ടെന്ന് അലിയാൻ വേണ്ടി എടുത്താൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ പാൽ ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതാ അതിലേക്കൊരു അര കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ്ങിലേക്കൊക്കെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഞാനതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയിരുന്ന പൈനാപ്പിളിനോട് പറഞ്ഞപ്പോൾ ഞാനൊന്നും നോക്കിയില്ല. അത് അവിടെ വന്ന് പൈനാപ്പിൾ ഉണ്ട്. എനിക്ക് ഒരുപാട് റെസിപ്പിയൊക്കെ അറിയാം കേട്ടോ, ഓരോ വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്, നിങ്ങളൊരു മസ്റ്റായും ട്രൈ ചെയ്യുക, കാരണം സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാനതൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വേവിച്ച് വെച്ച പൈനാപ്പിൾ ഇതാ നമ്മൾ എന്ത് ട്രേ ആണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ പുഡിംഗ് ആയിരുന്നു അൻഷിഫും ഫാമിലിയും നമ്മളെ വീട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോ കണ്ടതിന് ശേഷം കുറേ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കണമെന്ന്. അപ്പോൾ അതാ ഞാൻ ആ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ട്രയലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അത്യാവശ്യം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ആ ക്വാണ്ടിറ്റി അതിലിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പ്രെഡാക്കി വെക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ പാലിൻ്റെ മിക്സിലേക്ക്. അതിനുശേഷം നമ്മൾ പാല് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, നമ്മളത് പെട്ടെന്ന് തന്നെ യോജിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ പൈനാപ്പിളിൻ്റെ കൂട്ടിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാറാൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാനിതാ ഇതൊന്ന് ഇളക്കി ഇതാക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ട്രേയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, നമുക്ക് മുകളിലൊരു ഫില്ലിങ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത ട്രേ കൂടിയും അപ്പോൾ ഇതാ ഈ ഒരു ട്രേ കൂടി ഞാനിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു 2 ട്രേ ഞാൻ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് നേരം സെറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു ടൈമിൽ നമുക്കൊരു ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ള ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ടൈമോട് ഇത് സെറ്റ് ആയിക്കോളും. ഇനി നമുക്കതിൻ്റെ മുകളിലേക്കുള്ള ഫില്ലിങ് ഇതാ ഞാനൊരു പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു കഷ്ണം എടുത്തിട്ട് അത് ഇതാ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഫുള്ളൊന്നും എടുക്കണ്ട, നിങ്ങൾക്ക് ഒരു റൗണ്ട് പീസ് എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ 2 ട്രേക്ക് ഉള്ളതുകൊണ്ടാണ് വലിയൊരു റൗണ്ട് പീസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന്
അടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതാ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ എൻ്റെ അടുത്ത് കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജെലാറ്റിൻ തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ഉള്ളപോലെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ജെലാറ്റിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതങ്ങനെ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ മുകളിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. പീസ് ഉണ്ട് വിചാരിച്ച് കുഴപ്പമില്ല, നിങ്ങൾ അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിത് അരിച്ചെടുത്തിട്ടില്ല, ഞാനിത് അടിച്ചതുപോലെ ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പൈനാപ്പിൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള നമ്മൾ ആ ഒരു കോട്ടിങ് കൊടുത്തതാണ്. അപ്പോൾ ഇതായിരുന്നു അൻഷിപ്പും ഫാമിലിയും വന്നപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പുഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. അപ്പോൾ ഇതാ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രയൽ വെച്ചുകൊണ്ട് നമുക്ക് അപ്പോൾ കണ്ടില്ല നല്ല ജെല്ലി പോലെ നിൽക്കണം. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ട്രയൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും നമുക്കിതൊന്ന് കൊട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിളാണ്. അപ്പം നിങ്ങൾ പൈനാപ്പിൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വേവിക്കാതെ നേരിട്ട് ആഡ് ചെയ്യരുത്, കയ്പ്പരസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിലൂടെ തട്ടിയെടുത്തിട്ട് അപ്പോൾ മുകളിലുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു പൈനാപ്പിളിൻ്റെ ജെല്ലി ഉണ്ടാക്കില്ല നമ്മൾ, അതാണ്. പിന്നെ താഴെ നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പീസാണ്. അപ്പോൾ സംഭവം എന്തായാലും കിഡുവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ പുഡിങ്ങാണ്, നല്ല ടേസ്റ്റുള്ള പഞ്ഞി പോലത്തെ പുഡിങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള പുഡിങ്ങും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ വരുന്ന തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.